PS അച്യുതാനന്ദൻ, അദ്ദേഹവും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന്റെ പുത്രൻ എന്നോടൊപ്പം പലതവണ ശബരിമല നടയിൽ വന്നിട്ടുണ്ട്, തൊഴുതിയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്തുകൊണ്ട് ഈ ഹൈന്ദവ മതത്തെ നശിപ്പിക്കാൻ കൂട്ടുനിന്ന ഈ പ്രമാണിമാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ കുടുംബങ്ങൾ, മക്കൾ എല്ലാവരും ദൈവത്തിലേക്കും ഹൈന്ദവ ആദർശങ്ങളിലേക്കും തിരിച്ചു വരുന്നുവെന്ന് അത് വേണമെങ്കിൽ ഒരു പഠനം നടത്തിക്കോളൂ. അപ്പോൾ നമ്മള് കുറെ നാളായിട്ട് സമാധാനം സമാധാനം എന്ന് തന്നെയാണ് പറയുന്നത്. എന്ത് ആക്രമണം ഉണ്ടായാലും അതിന് നിയമപരമായ വഴികളിലൂടെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇന്നലെ നടന്നിരിക്കുന്ന ആക്രമണം അത് ഒരു മതത്തിന്റെ മേലുള്ള ആക്രമണമാണ്. ചില വ്യക്തികളുടെ കൈകൂട്ടി അത് ഒരാളുടെ കണ്ണൊക്കെ ഇടിച്ച് പൊട്ടിച്ചിരിക്കുകയാണ്. ഒരു പ്രതിഷേധവുമില്ലാത്ത സ്ഥലത്ത്, ഒരു പ്രശ്നവുമില്ലാത്ത സ്ഥലത്ത് കടന്നു കയറി ആ ഭീകരദാണ്ഡവം ആടുന്നതിന്റെ ആവശ്യം എന്തായിരുന്നു? അതിന്റെ അർത്ഥം ഹിന്ദുക്കൾ ഇനി സംഘടിച്ച് തുടങ്ങി തിരിച്ചടി തുടങ്ങണമെന്നുള്ളതാണ്. അതിൽ എനിക്ക് പറയാനുള്ളത്, പോലീസിലെ മേധാവിയായിരുന്ന ഞാൻ പറയുന്നത്, പോലീസ് നീതിപൂർവം പ്രവർത്തിക്കണം. അതിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ പോലീസ് നീതിപൂർവമായി പ്രവർത്തിക്കണമെന്ന് ഉറപ്പാക്കണം. ഇതിൽ തെറ്റ് ചെയ്ത ഉദ്യോഗസ്ഥർക്കെതിരെ കർശനമായ നടപടികൾ ഉണ്ടാകണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും പോലീസ് മനസ്സിലാക്കേണ്ടത്, ഈ ചവിട്ടി തുറക്കാൻ പറ്റുന്നത് അമ്പലത്തിന്റെ വാതിൽ മാത്രമല്ല, മറ്റ് പല വാതിലുകളും ചവിട്ടി തുറക്കാൻ പറ്റുന്നതാണ് എന്ന് പോലീസ് മനസ്സിലാക്കുക.